ഇന്ന് പരിസയർ യേശുവിനോട് വഴക്കുണ്ടാക്കുന്ന മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, അവന് വിശ്വസിക്കണമെങ്കിൽ തെളിവ് വേണമെന്ന് പറഞ്ഞു. തെളിവ് വേണം, പ്രൂഫ് വേണം. ചുമ്മയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എത്ര കൗതുകത്തോടെയാണ്, എത്ര സിമ്പിളായിട്ടാണ് അവർ യേശുവിനോട് പ്രൂഫ് ചോദിച്ചത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനോട് മുഖത്ത് നോക്കി അവർ പ്രൂഫ് ചോദിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെയും ഒരു വേദന അതല്ലേ? നമ്മുടെയും പുതിയ തലമുറ ഈ ചില മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള രീതിയിൽ ജീവിക്കുന്നവർ തോന്നുന്നില്ലേ? പള്ളിയിൽ നിന്ന് അകലുന്നതും ധാർമ്മിക മൂല്യങ്ങളും ക്രൈസ്തവ മൂല്യങ്ങളും നഷ്ടപ്പെടുത്തി കളയുന്നതൊക്കെ ആയിട്ട് അവരും ചോദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്തിന് പള്ളി വരണം? പ്രൂഫ് ഇതാ. ദൈവമുണ്ടെന്ന് എന്താ തെളിവ്? പ്രൂഫ് ഇതാ. ഇങ്ങനെ തെളിവിൻ്റെ പിന്നാലെ ഒരു തലമുറ അന്വേഷിച്ച് പോകുമ്പോൾ എവിടെ പ്രൂഫ് കൊടുക്കാനാണ്? കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, തെളിവിന് വേണ്ടിയല്ല അവർ ചോദിക്കുന്നത്. അവർ കളിയാക്കാൻ വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പിൽ പരിസരുന്നപ്പോൾ അവർക്ക് ഇവരാണ് ലോകത്തെ രക്ഷിക്കാൻ വന്നവരെന്ന് തിരിച്ചറിയാൻ ഒന്ന് കൃത്യമായി അവൻ്റെ ചലനങ്ങൾ നോക്കിയാൽ മതി. അവൻ ഓരോരുത്തരും ഇടപെട്ടതും അവൻ പറഞ്ഞതുമായ കാര്യങ്ങളെ ധ്യാനിച്ചാൽ മതി. അങ്ങനെയൊന്നും ഹൃദയത്തിൽ അവർക്ക് സൂക്ഷിക്കാൻ ക്രിസ്തുവിനെ കഴിഞ്ഞില്ല. അവർ സൂക്ഷിച്ചത് ബുദ്ധിയിലാണ്. ബുദ്ധിയിൽ ക്രിസ്തുവിനെ സൂക്ഷിച്ചിട്ട് ചിന്തിച്ചു തുടങ്ങിയാൽ അങ്ങനെ രക്ഷകനായെന്ന് തോന്നില്ല. ഹൃദയത്തിൽ സൂക്ഷിക്കണം. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സൂക്ഷിക്കാതെ പോയൊരു ജനതയുടെ കഥയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും ഒരു തലമുറയുടെ വേദന അത് തന്നെയാണ്. ഹൃദയത്തിൽ ക്രിസ്തുവിനെ സൂക്ഷിക്കാൻ ആരൊക്കെയോ മറന്നു പോകുന്നു. ആ മറവി ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന, മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു തലമുറയെ സമ്മാനിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ കുറച്ചും കൂടി അലർട്ടാകണം. നമ്മുടെ മതബോധന ക്ലാസ്സുകളിൽ, നമ്മുടെ ദേവാലയ പ്രസംഗങ്ങളിൽ, നമ്മുടെയൊക്കെ ഫോർമേഷൻ രീതികളിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം. കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തെളിവിന് വേണ്ടിയിട്ടാണെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.